ക്ഷേമ പെൻഷൻ മലപ്പുറം പരാമർശങ്ങൾക്ക് പിന്നാലെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ചർച്ചയായി ബക്രീദ് അവധി വിവാദവും. പ്രഖ്യാപിച്ച അവധി മാറ്റിയത് ആരെങ്കിലും പ്രീണിപ്പിക്കാനാണോ എന്നാണ് മുസ്ലിം ലീഗിന്റെ ചോദ്യം. ഒരു ജനവിഭാഗത്തിനോടുള്ള പ്രതികാരമാണ് സർക്കാർ നിലപാടിന് പിന്നിലെന്ന് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM.A. സലാം വിമർശിച്ചു. നേരത്തെ വെള്ളിയാഴ്ച ഒഴിവ് കൊടുത്താണ്, സർക്കാർ ഓഫീസുകൾക്കും വിദ്യാലയങ്ങൾക്കും ഒഴിവ് കൊടുത്താണ്. ഒരു ആവശ്യമില്ലാതെ ഇന്നലെ അത് റദ്ദാക്കിയാണ്. മുസ്ലിം ന്യൂനപക്ഷത്തെ പ്രകോപിപ്പിക്കുക, അവരോട് എന്തോ പ്രതികാരം നിർവഹിക്കുക, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസാനത്തെ ഉദാഹരണം, ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഇന്നലെ ഉണ്ടായത്. BJP-യേക്കാൾ സംഘപരിവാറിനേക്കാൾ വലിയ വർഗീയതയും ഫാസിസവും നടപ്പാക്കുന്നത് ഇടതുപക്ഷമാണ്. പ്രതിപക്ഷ വിമർശനത്തിനെതിരെ CPIM രംഗത്തെത്തി. എല്ലാത്തിലും വിഷം കലർത്താനാണ് UDF ശ്രമമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മറുപടി നൽകി. ഒരു ഭാഗത്ത് ന്യൂനപക്ഷ വിഷമാണെങ്കിൽ മറുഭാഗത്ത് ഭൂരിപക്ഷ വിഷമാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഓരോന്നിൻ്റെയും മേലെ മെല്ലെ വർഗീയതയിലേക്ക് എത്തിക്കാനാണ് ഓരോരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഉള്ളിൻ്റെ ഉള്ളിൽ സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ കുറച്ച് വർഗീയത കലർത്താൻ വേണ്ടി ശ്രമിക്കും. അത് വിഷമാണ്. ഈ വിഷവും കൊണ്ട് നടക്കുന്ന കോറാണുണ്ട് ഇവിടെ. അത് ഒരു ഭാഗത്ത് ന്യൂനപക്ഷത്തിൻ്റെ വിഷമാണ്, വേറൊരു ഭാഗത്ത് ഭൂരിപക്ഷത്തിൻ്റെ വിഷമാണ്. ഈ രണ്ട് വിഷവും കൊണ്ട് നടക്കുന്നവർ ജനങ്ങളോട് രക്ഷപ്പെടും. പ്രതിപക്ഷത്തിൻ്റേത് രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമമെന്ന് മന്ത്രി V. ശിവൻകുട്ടിയും പറഞ്ഞു. ഒരു വിമുഖതയല്ലായിരുന്നു. നമുക്ക് പിന്നെ പത്രങ്ങളിലുണ്ടായിരുന്നത് 6-ാം തീയതി 5-6 അല്ലേ, 5-6 എന്നുള്ള നിലയിലാണ് നേരത്തെ കണ്ടിരുന്നത്. അത് പെട്ടെന്ന് മാറിയപ്പോൾ വന്ന ഒരു ആലോചനയ്ക്ക് വന്ന ഒരു സമയം മാത്രമേ എടുത്തിട്ടുള്ളത്. മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ചുകൊണ്ട് ഒരു 7-7 മണിയോടുകൂടി അതിൻ്റെ അവധി പ്രഖ്യാപിച്ചു. അതിനൊരു പിന്നെ പ്രതിഷേധത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു സങ്കടത്തിൻ്റെയോ ഒന്നും ഒരു പ്രശ്നമില്ല. അതൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള മുതലെടുപ്പിന് വേണ്ടി ശ്രമിക്കുകയാണ്. എന്ത് ചെറിയ കാര്യം കിട്ടിയാലും രാഷ്ട്രീയപരമായ മുതലെടുപ്പിന് വേണ്ടിയാണ് പ്രതിപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടെ പ്രചാരണത്തിന് പണം കണ്ടെത്താൻ ക്രൗഡ് ഫണ്ടിംഗ് അഭ്യർത്ഥനയുമായി സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ ഇന്ന് രംഗത്തെത്തി. ഇപ്പോൾ തൃണമൂലിന്റെ ഒരു സഹായത്തോട് കൂടിയിട്ട് ഒരു പോരാട്ടം നടത്തി എനിക്ക് പൈസ വേണമെന്ന് പറയാൻ എനിക്കറിയില്ല. എനിക്ക് പൈസ വേണമെങ്കിൽ രാഷ്ട്രീയ സഹായം അല്ല, രാഷ്ട്രീയ സഹായം പൊളിറ്റിക്കൽ അവിടെ ലീഡേഴ്സ് വരും. മമതയൊക്കെ പ്രതീക്ഷിക്കണം. മമതയെ പ്രതീക്ഷിച്ചു ചിഹ്നമായിരുന്നെങ്കിൽ അവർ വരുമായിരുന്നു. ചിഹ്നമല്ലാത്ത സ്ഥിതിക്ക് അവരെ കമ്പൽ ചെയ്യുന്നതിൽ അർത്ഥമില്ലല്ലോ. ഈ പറയുന്ന ഈ ഗവൺമെന്റിനെതിരെ ഏറ്റവും ശക്തമായി സംസാരിക്കുന്ന മഹുവ മൊയ്ത്രയോടൊക്കെയുള്ള നേതാക്കന്മാർ, വിഷയങ്ങൾ ഉന്നയിക്കുന്ന നേതാക്കന്മാർ, കേരളത്തിലെ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന മലയാളികൾക്ക് അറിയുന്ന ചില ശബ്ദങ്ങളും ആളുകളുണ്ട്. 42 MP-മാരിൽ നല്ല വിശാലമായ വിഷയങ്ങൾ അവർ വരും. സുഹൈൽ മുഹമ്മദാണ് നിലമ്പൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി തത്സമയം ചേരുന്നത്. സുഹൈൽ, ഇനിയിപ്പോൾ 13 ദിവസം മാത്രമാണ് ഉപതെരഞ്ഞെടുപ്പിന് അല്ലെങ്കിൽ വോട്ടെടുപ്പിന് ബാക്കിയുള്ളത്. അപ്പോൾ ശക്തമായ ഒരു കനത്ത പ്രചാരണത്തിലേക്ക് ഇനിയുള്ള ദിവസങ്ങൾ മുന്നണികൾ പോകാൻ പോവുകയാണ്. അപ്പോൾ ഓരോ ദിവസവും ഓരോ പുതിയ വിഷയങ്ങൾ അവിടെ ചർച്ചയാകുന്നുണ്ട്. ഇന്നിപ്പോൾ എന്താണ് സ്ഥാനാർത്ഥികൾ അവരുടെ വിജയപ്രതീക്ഷയും ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണങ്ങൾ? എവിടെയൊക്കെയാണ് സ്ഥാനാർത്ഥികൾ പ്രചാരണവുമായി എത്തിയത് ഇന്ന്? പ്രജന, ഈ സമയം ഇതുവരെ നിലമ്പൂരിൽ ഭയങ്കര വെയിലായിരുന്നു. ഇപ്പോൾ മഴക്കാറുണ്ടായിരുന്നു. ഈ കാലാവസ്ഥയിലെ പ്രവചനാതീതമായ സ്വഭാവം പോലെ തന്നെയാണ് നിലമ്പൂരിന്റെ തെരഞ്ഞെടുപ്പ് ഗോതയിലെ മത്സരവും. ആർക്കൊപ്പം ഈ നിലമ്പൂർ ജനം നിൽക്കുമെന്ന കാര്യത്തിൽ നമുക്ക് ഒരു വിധത്തിലുള്ള ധാരണകളും ഇപ്പോൾ ഈ ഘട്ടം വരെ പറയാറായിട്ടില്ല. ആർക്കും ഒരു എഡ്ജുമില്ല. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഉപ്പുതൊട്ട് കർപ്പൂരം വരെ എല്ലാ വിഷയങ്ങളും നിലമ്പൂരിൽ ചർച്ചയാകുന്നുണ്ട്. കാരണം ഇതൊരു ഉപതെരഞ്ഞെടുപ്പാണ്. കേരളത്തിന്റെ മുഴുവൻ കണ്ണുകളും നിലമ്പൂരിലേക്ക് കാഴ്ചവെക്കും, അല്ലെങ്കിൽ നിലമ്പൂരിനെ നോക്കി നിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ എല്ലാ വിഷയങ്ങളും നിലമ്പൂരിന്റെ വളരെ പ്രിസൈസായ വികസിത പ്രശ്നങ്ങളും വികസന പ്രശ്നങ്ങളും മാത്രമല്ല, അതിനപ്പുറത്തേക്ക് കേരള രാഷ്ട്രീയത്തിൽ എല്ലാ പ്രശ്നങ്ങളും ചർച്ചയാകുന്നുണ്ട്. ഈ രാഷ്ട്രീയ ആയുധങ്ങളും രാഷ്ട്രീയ ആരോപണവും തുടക്കം കുറിക്കുന്നത് ആദ്യം UDF ആയിരുന്നു. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മലപ്പുറം പരാമർശം കോർണർ ചെയ്തുകൊണ്ട്, അത്തരത്തിൽ മലപ്പുറത്തെ കോർണർ ചെയ്തുകൊണ്ടുള്ള ഒരു ആരോപണം ഉയർത്തിക്കാട്ടിയാണ് UDF-ന്റെ ക്യാമ്പുകൾ ഏറെയും തുടക്കത്തിൽ പൊതുയോഗങ്ങളെല്ലാം നടത്തിയിരുന്നത്. ഈ UDF-ന്റെ ഘടകകക്ഷി നേതാക്കൾക്കടക്കം ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഈ പരാമർശം ഉയർത്തിക്കാണിച്ചുകൊണ്ട് തന്നെ ജനങ്ങളോട് പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യുന്ന ഒരു നിർദ്ദേശം നൽകിയിരുന്നു. അതേസമയം LDF എടുത്തൊരു ടാക്ടിക്സ് എന്ന് പറഞ്ഞാൽ KC വേണുഗോപാലിന്റെ ഒരു വാക്കായിരുന്നു, ഒരു പ്രചാരണമായിരുന്നു. അതായത് പെൻഷൻ കൈക്കൂലി എന്ന ആരോപണം പെൻഷൻകാരെ സംശയങ്ങളിൽ നിർത്തുന്ന, അല്ലെങ്കിൽ അവരെ അപമാനിക്കുന്ന ഒരു
ഒരു പ്രസ്താവനയാണെന്ന കാര്യം ഉയർത്തിക്കാട്ടിയായിരുന്നു LDFന്റെ പ്രചാരണം. കാരണം ഈ മണ്ഡലത്തിൽ ഏകദേശം 40,000-ഓളം പെൻഷൻ ഗുണഭോക്താക്കളുണ്ട്. അതുകൊണ്ട് തന്നെ KC വേണുഗോപാലിന്റെ ഈ ഒരൊറ്റ പ്രസ്താവനയെ കോർണർ ചെയ്തുകൊണ്ടുള്ള ഒരു പ്രചാരണമാണ് UDFനെതിരെ LDF അയച്ചുവിട്ടത്. അതിന്റെ ഭാഗമായി തന്നെ ഇന്ന് പെൻഷൻ ഗുണഭോക്താക്കളുടെ ഒരു പൊതുയോഗം അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ വിഷയത്തെ കൂടുതൽ ലൈംലൈറ്റിൽ നിർത്താൻ ഇപ്പോൾ LDFും ശ്രമിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇതിനിടയിൽ ഈ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശവും അതിനപ്പുറത്തേക്ക് ഈ പറഞ്ഞതുപോലെയുള്ള ഈ പെൻഷൻകാരുടെ പ്രശ്നവും ഒക്കെ ഇങ്ങനെ വലിയ ചർച്ചയായി നിൽക്കുമ്പോഴാണ് ഇന്ന് പെരുന്നാൾ അവധിയുമായി ബന്ധപ്പെട്ട ഒരു വിവാദം കൂടി ഉയർന്നു വരുന്നത്. ശരിക്കും ഈ ചെറുപെരുന്നാളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് എപ്പോൾ അവധി പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ സംശയങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ബലിപെരുന്നാളിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 10 ദിവസം മുമ്പ് തന്നെ നമുക്ക് തീരുമാനിക്കാം എപ്പോഴായിരിക്കും ബലിപെരുന്നാൾ. അതനുസരിച്ച് നമുക്ക് അവധിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പറ്റും. ഈ വിഷയത്തിൽ പൊതുഭരണ വകുപ്പിന് വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന അനുമാനം തന്നെയാണ് മൊത്തത്തിലുള്ളത്. അതായത് വെള്ളിയാഴ്ചയായിരുന്നു കലണ്ടറിൽ പെരുന്നാൾ അവധി, പക്ഷേ ശനിയാഴ്ചയാണ് ഈ ദുൽഹജ്ജ മാസം അനുസരിച്ച് പെരുന്നാൾ വരുന്നത്. അതുകൊണ്ട് ഈ വെള്ളിയാഴ്ചത്തെ അവധി ശനിയാഴ്ചയിലേക്ക് മാറ്റി ഒരു തീരുമാനം എടുക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ വെള്ളിയാഴ്ച കൂടി അവധി നൽകേണ്ട ഒരു സാഹചര്യം നിലവിൽ LDFന് മുമ്പിൽ സംജാതമായത് നിലമ്പൂർ ഇലക്ഷൻ ഒരു ഫാക്ടറാണ് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. കാരണം പ്രത്യേകിച്ച് ഈ മണ്ഡലത്തിന്റെ ഒരു ഡെമോഗ്രാഫിക്സും വോട്ടിംഗ് പാറ്റേണും വോട്ട് ബാങ്കും കൊണ്ട് എടുത്ത് പരിശോധിക്കുമ്പോൾ ആ കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത നമുക്ക് വരും. അപ്പോൾ അത്തരത്തിലൊരു പരാമർശമാണ് നിലവിൽ ഇടത് വലത് മുന്നണികൾ ഉയർത്തിക്കാട്ടുന്നത്. അൻവറിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രചാരണ ഗോതയിൽ വലിയ സജീവമായിരുന്നില്ല. സ്ഥാനാർത്ഥി പിൻവലിച്ചേക്കും അടക്കം അനുമാനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഈ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ച് തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് അൻവറും ഇറങ്ങുന്നു. ഇന്ന് പൊതുയോഗങ്ങളും പരസ്യ പ്രചാരണങ്ങളും ഉണ്ടായിരുന്നില്ല. വെള്ളിയാഴ്ച ദിനമായതുകൊണ്ട് തന്നെ പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പരമാവധി ആളുകൾ നേരിട്ട് കാണുകയാണ്. അതിനപ്പുറം തന്നെ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് ക്രൗഡ് ഫണ്ടിംഗ് എന്നൊരു ആശയം കൂടി PV അൻവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പ്രജിൻ ആകെ മൊത്തം ഇപ്പോൾ ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ മഴക്കാറായിരുന്നു, വീണ്ടും വെയിൽ വരുന്നു. അതുപോലെ പ്രവചനാതീതമായ കാലാവസ്ഥയുടെ സ്വഭാവം പോലെ തന്നെ തെരഞ്ഞെടുപ്പിന്റെ നിലമ്പൂരിന്റെ തെരഞ്ഞെടുപ്പ് ഗോതയിലും ഈ പ്രവചനാതീതമായ കാര്യം തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സുഹൈൽ മുഹമ്മദാണ് നിലമ്പൂരിൽ വിശദാംശങ്ങൾ നൽകിയത്.